സാർ, ഒരു സ്ത്രീ പരാതിയുമായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. ആ, എഴുതി വാങ്ങിച്ചോ? അല്ല സാർ, സാറിന് നേരിട്ടൊന്ന് കാണണമെന്ന് പറഞ്ഞത്. ഇന്നലെ നമ്മൾ ആ കൊച്ചിന്റെ കേസിൽ പൊക്കിയില്ലേ, അവന്റെ ഭാര്യ. ഓ, വരാൻ പറ. സാർ, വരൂ. ഇരിക്കൂ. സാറേ, ഞാൻ മധു, ഇവര് വാർഡ് കൗൺസിലറാണ്. ഇവരാകെ തകർന്നിരിക്കുക. ഇവർക്കിവിടെ വരാനും പരാതി പറയാനും യാതൊരു ധൈര്യമില്ല സാറേ. അല്ല, സ്വന്തം മോളുടെ അടുത്ത് അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് പറഞ്ഞ കരയാതിരിക്കൂ. വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രമാണ് നമുക്ക് വേണ്ട നടപടി എടുക്കാൻ സാധിക്കുള്ളൂ. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ വയ്യ സാറേ. അങ്ങനെ സ്നേഹിച്ചു കൊണ്ട് നടന്നത് അയാൾ എൻ്റെ മോളെ. എൻ്റെ മോൾക്കും അച്ഛനെന്ന് വെച്ചാൽ ജീവനായിരുന്നു. എന്നിട്ടും അച്ഛൻ തന്നെ ജോൺ സാർ, സാർ അവനകത്തില്ലേ? ഇങ്ങോട്ട് ഇറക്കിക്കോ. ഉണ്ട് സാറേ. ഇന്നലെ വൈകിട്ടാണ് അവനെ പൊക്കിയില്ലേ, നാട്ടുകാര് ചെറുതായിട്ടൊന്ന് കൈവച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് പറയണം. എന്താ നിന്റെ പേര്? രമേശൻ. രമേശൻ. സ്വന്തം കൊച്ചിനെ തന്നെ വേണമായിരുന്നു അല്ല? സാറിന് തന്നിക്കോ, എന്നെ കൊന്നോ സാറേ. പക്ഷെ എന്റെ മോളോട് ഞാൻ അത് ചെയ്തില്ലെന്ന് മാത്രം പറയുന്നത് സാറേ. ഞാൻ ചെയ്തിട്ടില്ല. രാജി, നീ എങ്ങനെ ഒന്ന് വിശ്വസിക്കേ? ഞാനത് ചെയ്തിട്ടില്ല. വിശ്വസിക്കണല്ലേ? ഞാൻ നിങ്ങളെ ഇത് കണ്ടിട്ട് ഞാൻ നിങ്ങളെ വിശ്വസിക്കണമല്ലേ? കുട്ടിയോട് പറഞ്ഞോട്. എനിക്ക് തനിച്ചൊന്ന് സംസാരിക്കാം. ശരി, മോള് പൊക്കോ. ആ, പിന്നെ പറഞ്ഞാലോ ഓർമ്മയുണ്ടെന്ന്? ഓർമ്മയുണ്ട് സാറേ. രമേശ, താൻ പേടിക്കണ്ടോ. മോളുമായി സംസാരിച്ചപ്പോൾ തന്നെ കാര്യങ്ങൾ എനിക്ക് ഇവിടുത്തെ വീട്ടിൽ. പക്ഷെ താനെന്താ ഭാര്യയോട് പോലും ഇതൊന്നും പറയാതെ? ഞാൻ എങ്ങനെ പറയാനാ സാറേ? കല്യാണം കഴിഞ്ഞു ഏറെക്കാലം കഴിഞ്ഞുണ്ടായ കൊച്ചാ സാറേ. പൊന്നുപോലെ സാറേ ഞാൻ കൂട്ടിയത്. ഈയിടെയായിട്ട് അവളുടെ സ്വഭാവം ഒരുപാട് മാറിയത്. ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ ബഹളം വയ്ക്കുന്നതും ഇതുകൊണ്ട് അത് ഞാനങ്ങനെ അറിയും സാർ. അന്നൊരു ദിവസം ഒരുത്തൻ്റെ ബൈക്കിന്റെ പിറകില് ഇവിടെ ഹെൽമെറ്റും വെച്ച് പോകുന്നത് കണ്ടപ്പോൾ എന്താ കാര്യം എന്ന് അറിയണം സാറേ. ഞാൻ പിന്നാലെ പോയി നോക്കി. അവനെ പറ്റി അന്വേഷിച്ചപ്പോഴോ നല്ല കഞ്ചാവും മയക്കുമരുന്നൊക്കെ ചുറ്റി നടക്കുന്നവനാണ് അറിയുന്നത്. സംശയം തീർക്കാൻ
ഞാനൊരു ദിവസം മോളുടെ റൂമിലൊന്ന് കയറി പരിശോധിച്ചപ്പോൾ വളർന്നു വരുന്നൊരു പെൺകുട്ടിയല്ലേ സാറ്? ഉപദേശിച്ചിട്ടോ വല്ല കൗൺസിലിങ്ങിന് കൊണ്ടുപോയോ? നേരെയാക്കി എടുക്കാനുള്ളൊരു പൊട്ട ബുദ്ധി ഞാൻ കാണിച്ചു പോയി സാർ. അതുകൊണ്ടാണ് സാറേ അവളുടെ അമ്മയോട് പോലും പറയാതെ അവളെ പറഞ്ഞാൽ താങ്ങില്ലാന്ന് കരുതിയിട്ടാണ് സാറേ. പക്ഷെ ഞാനത് അറിഞ്ഞു എന്നറിഞ്ഞപ്പോൾ എന്നെ പെടുത്താൻ വേണ്ടി എൻ്റെ മോള് കാണിച്ച ബുദ്ധിയാ സാറേ ആ മൊബൈൽ ക്യാമറയിൽ വെച്ച് അവൾ പിടിച്ചത്. അവളുടെ കയ്യിലോ കാലിലോ മറ്റോ ഇങ്ങനത്തെ വല്ല മുറിപ്പാടുകളോ എന്തോ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയാ ഞാനന്ന് അവളുടെ റൂമിൽ കയറി കൈയൊക്കെ ഒന്ന് പിടിച്ച് നോക്കിയത്, കാലൊക്കെ ഒന്ന് നോക്കിയത്. അതവൾ ഒളിച്ചു വെച്ച് ഷൂട്ട് ചെയ്തു, സൗണ്ട് ഓഫാക്കി, നല്ലൊരു കഥയുണ്ടാക്കി അച്ഛൻ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. അവളല്ല സാറേ, അവളുടെ തലയിൽ കയറിയ ഈ മയക്കുമരുന്ന് അവളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത്. കൈവിട്ടുപോയി സാറേ, എല്ലാം കൈവിട്ടുപോയി സാറേ. അവരോട് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഞാൻ ഇത്രയും നേരം പറഞ്ഞത് വെറും ഒരു കഥയല്ല, യഥാർത്ഥമായ സംഭവം തന്നെയാണ്. അതെ, ആ കുട്ടി ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. നിരപരാധിയാണെന്ന് ബോധ്യപ്പെട്ടെങ്കിലും ആ അച്ഛൻ്റെ മനസ്സിലേറ്റ മുറിവ്, അതിൻ്റെ ആഴം വളരെ വലുതായിരുന്നു. ആ അമ്മയുടെ മനസ്സിലുണ്ടായ വേദനയും. ആ പെൺകുട്ടിക്ക് എന്തു പറ്റിയെന്നറിയണ്ടേ? ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യാനായി ഇപ്പോഴും ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇനിയും ഒരു കുട്ടി പോലും ലഹരിക്ക് അടിമപ്പെടാതിരിക്കാൻ ഇതാ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്നു. അതെ, ആ കുട്ടി ഞാനാണ്. ചെയ്തു പോയ തെറ്റുകൾക്ക് പരിഹാരമുണ്ടാകില്ലെന്നറിയാം. എങ്കിലും എൻ്റെ ജീവിതം നിങ്ങൾക്കൊരു പാഠമായിരിക്കട്ടെ. ഒരിക്കലും തമാശയ്ക്ക് പോലും ഒരു കുട്ടിയും ലഹരിയെ അറിയാൻ ശ്രമിക്കാതിരിക്കട്ടെ. കാരണം അതിൽ നിന്നുള്ള മടങ്ങിപ്പോക്ക് അത്ര എളുപ്പമല്ല, ഒരിക്കലും.